എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 28-ാം വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നീളഭാവവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. 18-ാം അധ്യായം 7-ാം വാക്യം. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. ഇസ്രായേലിൽ ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ മല്ലനായ ഗോലിയാത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുൻപോട്ട് വരികയും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ വെല്ലുവിളിയുടെ മുൻപിൽ ആർക്കും ഗോലിയാത്തിനെ നേരിടാൻ ധൈര്യം ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ദാവീദിനെ തന്റെ പിതാവ് വിളിച്ചു. സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു? യുദ്ധത്തിന് പോയിരിക്കുകയാണല്ലോ. അവർക്ക് കുറച്ച് ഭക്ഷണവും ഒക്കെ കൊടുത്ത് ദാവീദിനെ അവിടേക്ക് അയച്ചു. ദാവീദ് സ്വന്തം ഇഷ്ടത്തിൽ പോയതല്ല, പട കാണാൻ പോയതല്ല, മറിച്ച് പിതാവ് ഒരു ദൗത്യമായി ഏൽപ്പിച്ചത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദാവീദ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളിയാണ്. ദാവീദ് ആദ്യമായിട്ടാണ് കാണുന്നത്. ദാവീദ് ഒരാളോട് ചോദിച്ചു, ഇതെന്തായി നടക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ഇത് ദാവീദിന്റെ മൂത്ത സഹോദരനായ ഏലിയാവ് കേട്ടു. എന്നാൽ വിളിച്ച് ദാവീദിനോട് സ്വകാര്യമായി പറഞ്ഞാൽ മതി, ഇവിടെ ഇങ്ങനെ യുദ്ധം നടക്കുക, ഗോലിയാത്ത് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ മതി. അതിനു പകരം നേരെ ഏലിയാവ് ദാവീദിന്റെ നേരെ കയർത്തു. അവനെ പരമാവധി പരിഹസിച്ചു. അവനെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം പരിഹസിച്ചു. നീ ആടിനെ എവിടെ വിട്ടിട്ട് വന്നു? നിന്റെ അഹങ്കാരം എനിക്കറിയാം, നിന്റെ നീളം എനിക്കറിയാം. നീ പട കാണാൻ വന്നല്ലോ. സത്യത്തിൽ ദാവീദ് ഇതിനു വല്ലതും ചെന്നതെന്നോ? അല്ല, ദാവീദ് പട കാണാൻ ചെന്നതല്ല, അഹങ്കാരം കൊണ്ട് ചെന്നതുമല്ല. പക്ഷേ ദാവീദിനെ വല്ലാതെ വേദന ഉളവാക്കുന്ന നിലയിൽ അവനെ പരസ്യമായി അവഹേളിക്കുകയും അവനെ പരസ്യമായി പരിഹസിക്കുകയും ചെയ്തു. ദാവീദ് അവരോടൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം ദാവീദിന് ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഇവനോട് മറുപടി പറഞ്ഞു നിന്നാൽ നടക്കില്ല. നമ്മളെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ എല്ലാരോടും ഒന്നും ഉത്തരം പറയാൻ നമ്മൾ പോകേണ്ട. ദാവീദ് ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നവനാണ്. തിരുവചനം നാം പഠിക്കുന്നു, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ 2 നേരം വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നേരിടാൻ കഴിയുള്ളൂ. എന്നാൽ ദാവീദ് കുന്തമില്ലാതെ, യുദ്ധാഭ്യാസം പഠിക്കാത്ത ദാവീദ് വാളില്ലാതെ നേരെ ഗോലിയാത്തിനു നേരെ ചെല്ലുകയാണ്. ദാവീദിന് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നീ നിന്ദിച്ച ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. തീർച്ചയായും അവന്റെ നാമത്തിൽ വലിയ കാര്യങ്ങൾ
സംഭവിക്കും എന്ന് ദാവീദിനെ അറിയാം. കാരണം ഒരിക്കൽ ദാവീദ് പറഞ്ഞതാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്, മതിൽ പോലെ നിൽക്കും, പക്ഷേ എൻ്റെ ദൈവത്താൽ എനിക്ക് ചാടിക്കടക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം ചെയ്യാത്ത ഈ ദാവീദ്, വാള് കയ്യിലില്ലാത്ത ദാവീദ്, പരിഹാസമേറ്റ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുകയും ആ ഗോലിയാത്തിന്റെ വാള് കൊണ്ട് അവന്റെ തല വെട്ടിയടിക്കുകയും ചെയ്തു. എവിടെ ദാവീദിനെ പരിഹസിച്ചു, അവിടെ ദൈവം അവനെ പുകഴ്ത്തുവാൻ ഇടയായി. നാവ് കൊണ്ട് പരിഹസിച്ച ഇടത്ത് തപ്പുകൊണ്ട് പുകഴ്ത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആകയാൽ പരിഹസിക്കപ്പെടുന്നിടത്ത് നാം പരിഭവിക്കരുത്, നാം മറുപടി പറയണ്ട. അവിടെ നമുക്ക് പുകഴ്ച ഒരുക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.